ഇപ്പോൾ അല്പസമയം മുൻപാണ് ഉന്നതതല യോഗം ചേർന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അത് കേൾക്കാം. കൂടുതലാണ് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം കിട്ടാത്ത സ്ഥിതി വരും. അപ്പൊ അങ്ങനത്തെ ഒരു ദുഷ്കരമായ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇത്. ഏതായാലും അത് മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ ഈ സൈഡ് പോക്കറ്റ്സും ഉണ്ടായിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. സൈഡ് പോക്കറ്റ്സ് അപ്പൊ നേരെയല്ല, ഇടയ്ക്ക് ചില പ്രദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കും ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ പലരും സ്ട്രേറ്റ് ആയിട്ട് ട്രാക്ക് അല്ല കനാല് പോകുന്നതല്ല, അതിന്റെ ഉപചാനൽസ് ഉണ്ട് പലതും. അപ്പൊ കംപ്ലീറ്റ് ആ റൂട്ട് മനസ്സിലായാൽ അവിടെയൊക്കെ വലിയ കട്ടിക്കണക്കിന് വേസ്റ്റ് കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ നീക്കം ചെയ്ത് അത് എവിടെയാണെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് അതിനുള്ള പരിശ്രമം നടക്കുന്നത്. റെയിൽവേ അതോറിറ്റീസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അതിനൊരു രൂപരേഖ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങളുടെ മുന്നിലുള്ളത്. അതിനാണ് മുൻഗണനയുള്ളത്. ബാക്കി ധാരാളം കാര്യങ്ങൾ റെയിൽവേയുടെ ആമേഴഞ്ചാൻ തോടിന്റെ കാര്യവും ആമേഴഞ്ചാൻ തോട് എങ്ങനെയാണ് റെയിൽവേ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള സംബന്ധിച്ചിടത്തോളം ആ റെയിൽവേ കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്നലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കളക്ടർ നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരയിലല്ല ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എത്രയും എങ്ങനെ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു മനസ്സോടുകൂടി ഇന്ന് പ്രവർത്തിക്കണം എന്നുള്ളതിനുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഫുൾ ടീം ഇവിടെ അവരെ സഹായിക്കാൻ വേണ്ടി വന്നെത്തിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഒരു 15 കിലോമീറ്റർ കൂടുതൽ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അത് കരയിൽ കയറി തന്നെ അപ്പോൾ തന്നെ അവർക്ക് മരുന്നും എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരീരം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. സാധാരണഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തെക്കാൾ തീവ്രമാണ് ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനമെന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും അതൊന്നും നമുക്ക് അഭിമാനം തോന്നും. നമ്മുടെ ഫയർ റെസ്ക്യൂവും അതുപോലുള്ള ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇവിടെ അതിലിറങ്ങി ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ, രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അഭിമാനം തോന്നുന്നില്ല. അവരെ അഭിനന്ദിക്കാൻ നമുക്ക് ഇപ്പം ഇത് അവസരം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ മാധ്യമങ്ങൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായ മുതൽ 11 മണി മുതൽ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ വൈകുന്നേരം ഇവിടെ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നവരെ മാധ്യമ പ്രവർത്തകരുടെ ഉണ്ടായി ജനങ്ങളുടെ നാട്ടുകാരുടെ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ പത്മകുമാറിനെ വിളിച്ചിപ്പോൾ സംസാരിച്ചു. നമ്മുടെ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കളക്ടറെ വിളിച്ച് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടാണ് യോഗം വിളിച്ചു ചേർക്കാൻ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സാധ്യമായ കാര്യങ്ങൾ അത് അങ്ങേറ്റം വരെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഇപ്പൊ ഞങ്ങളോടൊപ്പം റെയിൽവേ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. റെയിൽവേ സഹകരിക്കാത്ത മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോളം പിന്നെ ചർച്ച ചെയ്യും. മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം ഈ ആമഴഞ്ചാൻ തോടിലും പാർവതി പുത്തനാറിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ലാണ്. പല പ്രാവശ്യം നാട്ടുകാരും അതുപോലെ പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റെയിൽവേ തന്നെ ഇത്രയും ഇതുണ്ട്. അപ്പൊ കുറച്ചുകൂടി കാര്യക്ഷമമായ നഗരസഭയിൽ നഗരസഭ മാത്രമല്ല അതായത് 95 തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഞാനാണ്. അന്ന് ഈ ആമഴഞ്ചാൻ തോട് ശുചീകരിക്കുന്നതിന് വേണ്ടി അന്ന് കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ്. അത് ജില്ലാ കളക്ടർ നിവിത നമ്മുടെ അരുണ സുന്ദർ രാജാണ് ജില്ലാ കളക്ടർ. അന്ന് ഞങ്ങളിത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ അന്ന് റെയിൽവേക്ക് തടസ്സമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം MLA ആയിരുന്നു, ആന്റണി രാജു. അപ്പൊ ഇത് റെയിൽവേ ഇത് മൊത്തം ക്ലീൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. അവർ പൂർണ്ണമായിട്ട് അനുവാദം തരണം. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേ പരിമിതികളുണ്ട്.
ആ പരിമിതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവരുടെ സർവീസ് ചിലപ്പോൾ നിർത്തി വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് കോർപ്പറേഷൻ നിലയെ കൊണ്ട് ചേരാൻ വേണ്ടി നോക്കില്ല. ഈ റെയിൽവേ ട്രാക്കിന് ഇങ്ങോട്ട് കയറുന്ന ചെന്തിന് അപ്പുറത്തേക്കുള്ള നഗരസഭയാണ്. അത് റെയിൽവേ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. നഗരസഭയ്ക്ക് വൃത്തിയാക്കി അത് ഇറിഗേഷന്റെ അല്ലല്ല. പക്ഷെ വേറൊരു സംഗതി ഉണ്ട്. ഈ റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ കൂടെ പോകുന്നത് ക്ലിയർ ആയാലല്ലേ ഇത് അങ്ങോട്ട് പോവുള്ളൂ. അവിടെ ബ്ലോക്കായി കിടക്കുന്നതിന്റെ കാരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയല്ലോ. നമ്മളതിന്റെ അല്ല അതെ നമ്മുടെ ഒഴിവ് വരുന്ന മാലിന്യം കോർപ്പറേഷൻ അതിർത്തിയിൽ നിന്നാണോ PWD അതിർത്തിയിൽ നിന്നാണോ ഉള്ള ഒഴിവ് വരുന്നത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തോട് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റാണ് തോട്. പിന്നെ ഈ റെയിൽവേ ട്രെയിനുകൾ വരുന്ന ട്രെയിനുകളുടെ വരുന്ന മാലിന്യങ്ങൾ പുറത്തേക്കെങ്ങും പോകുന്നില്ല. അതെവിടെയാണ് പോകുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ട്രെയിനുകളെല്ലാം വരുമ്പോൾ അതിലുള്ള കുപ്പികള്, അതിലുള്ള മറ്റേ മാലിന്യങ്ങള്, സെപ്റ്റിക് മാലിന്യങ്ങള് ഇതെല്ലാം പുറത്തു പോകുന്നില്ലല്ലോ. ഇതെവിടെയാണ് അടിയുന്നത്? ഇതെല്ലാം ഇതിന്റെ അടിയിലാണ് അടിയുന്നുള്ള അതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിലുള്ള വേറെ നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറയാൻ അതല്ലേ ഒരു മനുഷ്യത്വപരമായ നിലപാട്. ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ.